ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ടുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അവർക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 3 കോഴിമുട്ട, ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ആ സവാള അരിഞ്ഞ ശേഷം അതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ ഇട്ടോ, ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് നമ്മൾ ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അത് ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇട്ടിട്ട് നോക്കിയപ്പോൾ എനിക്കത് കുറവ് പോലെ തോന്നി, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്താണ്. ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ഒന്നല്ല കേട്ടോ. മുട്ടയും ഉള്ളിയും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അത്യാവശ്യം, പിന്നെ ഇല്ലാത്ത സാധനങ്ങൾ കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ ആ ക്യാപ്സിക്കും ചീസൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ. അത് നമുക്ക് എപ്പോഴെങ്കിലും മക്കൾക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടല്ലേ എപ്പോഴെങ്കിലുമൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അതിനൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതാ ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ അധികവും കട്ടനാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെയാണ് പാല് യൂസ് ചെയ്യുള്ളൂ. കുട്ടികൾ പാൽ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ മോൾക്കും കഫക്കെട്ട് അധികം വരാതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യാറ് കേട്ടോ. കട്ടൻ ചായയാണ് അധികം അതുകൊണ്ട് ഇവിടെ കുടിക്കാറ്. അപ്പോൾ അതാ ഇടയ്ക്ക് മോൻക്കൊരു പൂതിയാണ് കേട്ടോ അത് വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നു മാത്രം കേട്ടോ. ഇനി ഇതാ ഞാനൊരു ഇത് വന്നിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഓയിലാണ് കേട്ടോ ഒഴിച്ചത്. ഓയിലിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ, ചീസ് ഇതൊക്കെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. എന്തും അധികമായാൽ അമൃതവും വിഷമാണ്. അതുകൊണ്ട് അധികമാവണം എന്നല്ല, എങ്കിലും ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ കൊടുക്കുന്നത് അവരുടെ ബുദ്ധിവികാസത്തിന് ഒന്നുകൂടി ബെറ്ററാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിനൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു. ഇനി എന്താ നമുക്ക് എടുത്തിട്ടും വരുന്നില്ല കേട്ടോ സംഭവം. ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കതിൻ്റെ കറക്റ്റ് നാക്കറിയില്ല. അപ്പോൾ എനിക്കും കുറച്ചൊക്കെ പണികൾ ഫാൾട്ടേജൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കാട്ടി നന്നായി ഉണ്ടാക്കുന്ന ആൾക്കാർ ഇതിലുണ്ടാവുമായിരിക്കും, എങ്കിലും ഞാനൊന്ന് പരീക്ഷിച്ചതാണ് സംഭവം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മറിച്ച് ഇതാക്കി സെറ്റാക്കിട്ടോ. ഇതൊന്ന് മറിച്ചിടാൻ പെട്ടപാട് എനിക്കും മടിച്ചോനിക്ക് തന്നെ അറിയുള്ളൂ. കാരണം അത് എങ്ങനെ എടുത്തിട്ടും കിട്ടാണ്ട് ലാസ്റ്റ് ഞാൻ വേറൊരു സ്പൂണുകൂടെ യൂസ് ചെയ്തിട്ടാണ് അതിന് മറിച്ചിട്ട് കേട്ടോ. ഞാൻ അതിനിങ്ങനെ തന്നെയല്ലേ വരേണ്ടതെന്നൊന്നും കൂടെ മറിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് വെക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്ത് കളർ ഉണ്ടായിരുന്നപ്പോൾ ഞാനത് യൂസ് ചെയ്തെന്ന് മാത്രം. പിന്നെ ഇട്ടത് സ്പ്രിങ് ഓണിയനാണ് കേട്ടോ. അത് സ്കിപ്പ് ചെയ്യാവുന്ന സാധനമാണ്, അത് ആവശ്യമില്ല. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇട്ടതാണ്. പിന്നെ ചീസ് മസ്റ്റായിട്ട് വേണം കേട്ടോ, കാരണം ചീസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൂടെ ഞാനതൊന്ന് അടർത്തിയിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് ഇങ്ങനെ അവർ വിചാരിക്കാണ്ടൊക്കെ ഇങ്ങനെ സർപ്രൈസായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. എന്തായാലും വിശന്ന് ഇതായിട്ട് വരികയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അതൊന്നുകൂടെ ഇഷ്ടമാവും. അപ്പോഴേക്കും എൻ്റെ ബ്രെഡ് ഏകദേശം അടിയൊന്ന് നന്നായി മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ സിമ്മിലിടണം കേട്ടോ, കാരണം നമുക്ക് ചീസൊക്കെ എടുക്കാൻ കുറച്ച്, ഞാൻ നേരത്തെ കുറച്ച് വെളിയിൽ വെച്ചോണ്ട് ചെറുതായി ഒന്ന് മെൽറ്റായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഒന്ന് മറിച്ചിട്ടു. അപ്പോൾ സെറ്റാക്കി എടുത്തു കേട്ടോ. കാണാൻ ലുക്കില്ല എന്നുള്ളതെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ്. നമ്മൾ മക്കൾക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കണം, നമുക്ക് പറ്റണ പോലെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.